ഹലോ ഗായ്സ്, വെൽക്കം. ഫേസ് ആണെങ്കിൽ ഇങ്ങളെന്താ? ഹലോ ഗായ്സ്, വെൽക്കം. വെൽക്കം. എങ്ങോട്ട് വെൽക്കം? വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാരും ഒന്ന് പുറത്തു പോവാ. ചെരിഞ്ഞ പിടിക്കണം ഇപ്പൊ ക്യാമറ, സ്ട്രൈറ്റ് പിടിക്കുക. നിങ്ങള് വിചാരിച്ചാലേ ഫ്രണ്ട് എടുക്കാനേ. സാലൂനെ നമ്മൾ അവിടുന്ന് കൂട്ടാം. സാലൂന് നമ്മൾ അവിടുന്ന് വെക്കും. ഇന്നത്തെ എന്താന്ന് പറയാ, ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് വെഡിങ് ആനിവേഴ്സറി കേട്ടോ. എല്ലാരും പുറത്തു 30 വർഷത്തെ ജീവിതത്തിൽ ഇന്നത്തെ ബ്ലോഗ് അതിനായിട്ട് ഞങ്ങൾ തെരഞ്ഞു. സീനാണല്ലോ. സ്റ്റാറ്റസിന്റെ അടിയിലെ ക്യാപ്ഷന് ഹാപ്പി 13th ആനിവേഴ്സറി. ഞങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി അല്ലേ? ഞങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി അല്ലേ? എനിക്ക് നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി അല്ലേ? ഞങ്ങൾ 30 വർഷത്തിലെ ഹാപ്പിയാണ്. ക്യാപ്ഷൻ പറഞ്ഞെടുക്കാം. ഇപ്പൊ ബാക്ക് ക്യാമറയാണ് പിടിച്ചേക്കണേ. ഞാൻ ഇറങ്ങി പോകണ്ട, ആദ്യം അങ്ങനെ നോക്കുക. നല്ല കുട്ടിയായിട്ടോ. അപ്പൊ നമ്മള് കാറ്റുന്നത് നിങ്ങൾ കാണൂല, നമ്മക്കറിയാം. വൈഫൈ ഓണാക്കി വരാനൊന്നുമില്ല. ഇത് ഓണാക്കി അപ്പൊ കിട്ടും. നമ്മളത് കാണൂലല്ലോ. ഹോട്ട്സ്പോട്ട് ഓണാക്കിനപ്പോ ആയി വരട്ടെ. നമ്മള് സ്റ്റാറ്റസ് എടുത്താലേ നമ്മള് കാണാം. ഞാൻ കണ്ടിക്കണിപ്പ, ഞാൻ കണ്ടോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഷായില പിന്നെ നമ്മൾ ഇന്റത് പോലെ നോക്കല്ലേ ഷായില? ഞാൻ ഇൻസ്റ്റയില് സ്റ്റോറിയാണ്. വാട്സപ്പില് കാണലില്ല എന്നാ പറഞ്ഞേ. ഒരു 30 വർഷത്തെ ജീവിതം എങ്ങനെയുണ്ട്? സന്തോഷം. സന്തോഷത്തിന് ഒറ്റ വീട് സന്തോഷം. കൊറേ ചീറ്റലും പൂട്ടലൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ പഠിച്ചേരിയാണ് പറയല്. സ്വാഭാവികം. എന്തായാലും കുറച്ച് തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവൂലേ. അതൊരു ചോദ്യം. ഈ 30 വർഷത്തില് 30 അതിന്റെ ഇടക്ക് എന്തെങ്കിലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി 30 വർഷം. ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി അല്ലേ? എന്റെ ചോദ്യം എന്താ? എന്റെ ഇതിലെന്തോ കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്, അതിൽ നിങ്ങൾക്ക് ഹാപ്പി ആവാൻ പറ്റൂല എന്ന് ചോദിക്കണേ എല്ലാരോടും. ശരി, നിങ്ങൾക്ക് 30 വർഷത്തിനിടയില് എങ്ങനെ പോകുന്നു ജീവിതം? എങ്ങനെയുണ്ട് ജീവിതം? അത് എന്റെ ജീവിത അവസ്ഥ പറഞ്ഞ എന്റെ ജീവിതമാണ് ജീവിതം. തിന്നാ തൊള്ളലെന്താ, നാവ് വേറെന്താ? അപ്പൊ ഞങ്ങൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആയോണ്ട് സ്പെഷ്യൽ സ്ഥലത്തേക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മളൊന്നൊക്കെ കോഴിക്കോട്, അല്ലെങ്കിൽ കെട്ടിങ്ങല്, അല്ലെങ്കിൽ ചാലിയ. വേറെ ഐറ്റം പിടിക്കേണ്ടത് മാറ്റി പിടിക്കും. ഇൻഷാല്ലാ മാറ്റി പിടിക്കും. ഒരു സ്ഥലം പിടിക്കും. സാഹചര്യം തരണ്ടേ? എന്നാലും എനിക്ക് ഹാപ്പി ആയിട്ടോ. ഇതിന്റെ ഇടയിൽ എത്ര ആൾക്കാർ ഇങ്ങനത്തെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോ പുറത്ത് പോലും പോകാതിരിക്കുന്നുണ്ട്. അത് ആലോചിച്ച് നോക്കാം. അറ്റിങ്ങളൊക്കെ വിഷമങ്ങൾ എന്തായിരിക്കും? നമ്മള് വിഷമിക്കണ്ടേ? നമ്മള് ശ്രദ്ധ വണ്ടി ഞാൻ ഓടിച്ചു കേട്ടെന്നാല് വീട്ടിൽ ഷോപ്പിൽ അല്ല ഷോപ്പിൽ നിന്ന് കോഴിക്കോട് എത്തിയിട്ട് ബാക്കി കാണാന്നാല്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓടണേ. സൂപ്പറാ. ഈ വണ്ടിയായിട്ട് ഒരു മൈക്കോടെ അന്നെ സെന്ററിലേക്ക് അന്നെ പിടിച്ച് പുറത്തിടാനായിരിക്കുന്നു. എന്നാന്നറിയില്ല ഞാൻ പുറത്തിട. അയ്യോ, ഇന്നൊരു സംഗതി വേറെണ്ട്. ഇന്ന് ഒരു കുട്ടി എനിക്കൊരു നല്ലൊരു മാങ്ങന്ന് മാങ്ങ വീട്ടിലുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങള്
റീൽസിൽ ഇത് ഇടണം. മാങ്ങ അല്ല മാങ്ങനെ വൈറലാക്കാൻ കുട്ടി പറഞ്ഞ ചെറിയ കുട്ടിയല്ലേ? സന്തോഷം കൊണ്ട് തന്നതാ. ആ കുട്ടി തന്നതാന്ന് പറയണം. നമുക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാം. എന്ത് വാങ്ങാനേ? അറിയില്ല, നല്ലൊരു മാങ്ങ. നല്ലൊരു മാങ്ങ അല്ല ഇപ്പൊ അറിയില്ല, നല്ലൊരു മാങ്ങ. എന്നെ പേരും അറിയില്ലല്ലോ. അവിടെ ഉണ്ട് നമ്മളെ അടുക്കളയിൽ ഞാൻ വെച്ച്, ഞാൻ മറന്നു. എടുക്കണ്ടേ വണ്ടി ഓർമ്മല്ല ഇപ്പൊ ഇവിടുന്ന് കണ്ടപ്പോ അവിടെ എടുക്കണ്ട ഇങ്ങനെ മറക്കല്ലത്. വെള്ളം കുപ്പി എടുത്ത് മറക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ തന്നെ കച്ചറൂടല്ലേ തുടങ്ങിയിട്ടുള്ളൂ. 30 ഇപ്പൊ ഓർക്ക് മനസ്സിലായി. നിങ്ങള് സാലും ഇവിടെ വരാനായിട്ട് വണ്ടി ഓടിക്കാം. പക്ഷെ നല്ലൊരു ഇതിലെടുത്തിട്ട് കല്യാണത്തിന് 30 വർഷം ഹാപ്പിയാണ്. കഴിഞ്ഞ ഇതിലെ പോയി വേറൊരു കാര്യം, ഇങ്ങനെ 30 വർഷം കൊളാക്കി എത്തിട്ടോ. 30ാമത്തെ വർഷത്തിന്റെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. സെഞ്ചുറി എടുക്കണം. സെഞ്ചുറി അടിക്കണം സെഞ്ചുറി അടിക്കും. നിങ്ങളൊക്കെ വെറുപ്പിച്ച് നിങ്ങളെ അണ്ണാർക്കാന്ന് അറിയില്ല. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല സെഞ്ചുറി അടിക്കും സായിലത് ഉദ്ദേശം എന്താ അറിയോ? സെഞ്ചുറി ഒക്കെ നമ്മള് വയ്യാതെ അവസ്ഥയിലാവൂലേ? അപ്പൊ സായില അമ്മകളായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതാവൂലേ? അപ്പൊ നമ്മളെന്താ പറയാ? അപ്പൊ സായിലൊക്കെ ഇപ്പൊ തന്നെ ഓരോ വയ്യായി ഉണ്ട്. വയസ്സില് സെഞ്ചുറി അടിച്ചപ്പാ ആർക്ക്? എനിക്കോ? ഇപ്പച്ചിക്ക് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് 50 ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഇപ്പച്ചി 21 വയസ്സായി കല്യാണം കഴിച്ചേ. ഇപ്പച്ചി കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായി. അപ്പൊ തന്നെ കൂട്ടിയൊക്കെ 51 വയസ്സായില്ലേ? ഇപ്പച്ചി കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലം കൺഫേം ആയി. ഇപ്പച്ചി 19-ലാണോ കെട്ടിയത്, 20-ലാണോ 21-ലാണോ ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഈ 19-ലായാലും 18-ലായാലും 22-ആയാലും അന്നെ പോലത്തെ ഒരു മോനെ വലുതായില്ലേ? ഇല്ലാറില്ല. പക്ഷെ നിങ്ങള് സത്യം പറയും, എത്രാമത്തെ എത്രാം വയസ്സിലൊന്നും പെണ്ണ് എട്ടനാന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവിടെ വയസ്സല്ല പ്രാധാന്യം, കെട്ടലാണ്. ഫിനു പറഞ്ഞേ, ഫിനല്ലേ പറഞ്ഞത്? ഇവള് പറഞ്ഞ ആരോ കല്യാണം കഴിഞ്ഞ, നമ്മളെ പേരെന്താ? റിഫന്റെ കല്യാണം കഴിഞ്ഞില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓളിങ്ങനെ പറയാ ഫിനു. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം, ഓളെ കെട്ടിക്കണം എന്നുള്ളത് ഇവളോട് പറയാണ്. ഇപ്പൊ ഈ പൊട്ടത്തിക്ക് മനസ്സിലാവണില്ല. ഞങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു. അപ്പൊ ഇവളോട് പറഞ്ഞാലാണ് ബാവ അറിയുള്ളൂ. ബാവ പറഞ്ഞാലാണ് ബാവനോട് പറയുള്ളൂ. അതിനാണ് ഈ ഫിനു പറയുന്നത്. അതല്ല ഉദ്ദേശിച്ച് പെട്ടെന്ന് ആയിപ്പോയി എന്നുള്ള രീതിയിൽ പറയുന്നത്. വേറൊന്നുണ്ട്, ഈ പൊട്ടത്തിക്ക് ഇവിടെ വന്നില്ല ബുദ്ധി വെച്ചത്. എനിക്ക് ഇവിടെ വെച്ചിന്റെ ഷോ പോയത്. ആർക്കോ ഇവിടെ വന്നില്ല ബുദ്ധി തലച്ചോറ്റി കേറി. ഞങ്ങളത് പറഞ്ഞ് കളിയാക്കി. ഞാൻ ഇതിന്റെ മുമ്പ് അവളോട് ചോദിക്കലുണ്ട്. വണ്ടിക്കാർക്ക് അങ്ങനെ പറഞ്ഞ് കളിയാക്കി. എനിക്കത്തെ എത്ര സങ്കടിച്ചിട്ടേ കെട്ടാ വിചാരിച്ചു കഴിച്ചു. നിങ്ങൾ ഏതായാലും ഓളെ കല്യാണം നോക്കി. അതൊന്നും ഇപ്പൊ നോക്കൂല. അതിനാണ് ഓള് പറഞ്ഞത്. ഞാൻ അവളോട് ചോദിച്ചു, ഇബി അറിയാനല്ലേ ചേച്ചി പറഞ്ഞത്? ചോദിച്ചപ്പോ ആന്ന് പറഞ്ഞതാ. വിനോ പെട്ടിട്ടാജി അടിക്കണ്ട. ഞാൻ സെറ്റ് ആക്കി എല്ലാ പ്രോത്സാഹനങ്ങളും കിട്ടും. ബേജാറാവണ്ട. അവനെ പോകാടാ പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ കണ്ടോളൂ, അറിഞ്ഞോളൂ. എന്റെ മോളെ കെട്ടിക്കാനായി പറഞ്ഞിരുന്നു. ബ്ലോഗാണല്ല കാണാണെന്നുണ്ടെങ്കിൽ മറ്റേ വാച്ചിട്ടില്ലേ? ഞാനോട് ചോദിച്ചില്ല. അവർക്ക് പോകുമ്പോ അപ്പൊ ഇൻഷാല്ലാ നേരെ ബീച്ചിലെത്തിയിട്ട് ഹലോ ഗൈസ്, ഞങ്ങൾ ആനിവേഴ്സറി എന്ന് 30ാമത്തെ വർഷം. ഓക്കെ, അറിയാത്ത ഓനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങളോ ഹാപ്പി അല്ലേ? ഹാപ്പി. സ്റ്റോറി
ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഏത് പറഞ്ഞ സാധനം പറഞ്ഞു ഇഷ്ടമുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. അഞ്ച് റെഡി ആവാൻ നല്ല ടൈം എടുക്കുമോ? നല്ല ടൈം എടുക്കും. ക്രീം അടിച്ചില്ല. ഇത് വെണ്ടർ. പിന്നെ ഇത് ഏതാ? ഇത് എത്ര വരുന്നത്? അപ്പൊ ഞങ്ങളെ ആനിവേഴ്സറിക്ക് ഞങ്ങളെ മുത്തുമണീസ് ഉണ്ട്. ഞങ്ങളെ മുത്തുമണീസ് അമ്മായിക്ക് എന്താ പറയാ? എത്രാമത്തെ ആനിവേഴ്സറിയാ? 30. 30. അത് ഇഷ്ടമല്ല. 30 വർഷമായിരുന്നു സുന്ദരി അല്ലേ? ഞാൻ ഊക്കല്ല, ഞാൻ ഊക്കിയതാ സകല. മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എന്താ പറയുന്നത്? എക്സ്പീരിയൻസിന്റെ സാധനം എടുക്കരുത്. ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണ്. എനിക്ക് ഫോണിലല്ലോ അവന്റെ സ്റ്റാറ്റസ് അപ്പൊ പറയട്ടോ, ഞങ്ങൾ 30 വർഷം ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് ഹാപ്പിയാണെന്ന് നമ്മൾ വെച്ച് തെറ്റുണ്ടോ? ഇല്ല. ഹാപ്പി അല്ലെങ്കിലോ നമ്മളെ ഓരോ ഹാപ്പി ആകണെങ്കിലോ ഇരിക്കണോ? ഇരിക്കണ്ട. സോറി നമസ്കാരം. അതോട്ടല്ലേ നിങ്ങളെ ഫോട്ടോ അടിപൊളി പ്രാങ്ക് എന്തായാലും പാട്ടാടയില്ലേ? നിങ്ങൾ ഹാപ്പിയാണോ? ഞാൻ അവിടെ കേട്ടോ, അവിടെ കിട്ടിയില്ലേ? ഇത് ടേസ്റ്റ് ഉണ്ടല്ലോ. അത് കഴിച്ചിട്ട് തിന്നിപ്പ് കരിക്കുക, കരിയ കരിക്കേ കരയും. നിങ്ങളിവിടെ തന്നെയാ? അല്ല ഇവിടെ എത്തിപ്പെട്ടതാണ്. കേക്കിന്റെ ഷോപ്പ് അന്വേഷിക്കാൻ നടന്നോ? അതെങ്ങനെയാ കണ്ടുപിടിച്ച്? അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ഇത് അടുത്ത കൈയാണ്. അവിടെ ചോദിച്ചു ഈ പേപ്പർ അപ്പാപ്പക്ക് അടുത്ത കൈ കൊണ്ട് കൊടുത്തു. എന്ത് ഫോണിൽ കൈമല്ലേ? അങ്ങനെ നമ്മളെ ക്യാമറമാൻ അതാ പോണ്. കെൻസിന്റെ ലുക്കിൽ എനിക്ക് ക്യാമറമാൻ അനുവിന്റെ ഒപ്പം. അല്ലാ ക്യാമറമാൻ അനുവിന്റെ ഒപ്പം അങ്ങനെ അടിപ്പിച്ചു. കോഴിക്കോട് അനു കൈ അനുവിന് കഷ്ടമുണ്ട്. അനു ഷുഗർ കട്ടില്ല അല്ലല്ല നീ ചെറിയ കേക്ക് എടുത്താ ഇപ്പച്ചിക്ക് കൊടുത്താൽ മതി. ഇപ്പച്ചിക്ക് ഞാൻ കൊടുക്കണ്ട. ഈ ബന്ധം മുന്നിൽ നിക്കണേ. ഇവിടെ ഇരിക്കാൻ എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്. അതല്ല. നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? തിന്നാൻ കഴിയായിട്ടാണ്. കണ്ടു മതിയായിന്നില്ലേ?
കേക്കിനോടുള്ള ഇഷ്ടം പറ നിങ്ങൾ തിന്നണേ നിങ്ങളെ എപ്പച്ചി കണ്ട ക്ഷീനാക്കും കേട്ടോ നിങ്ങൾ ചിന്ന കണ്ടാല് നിങ്ങളെ എപ്പച്ചി ക്ഷീനാക്കും കൊണ്ടൊക്കെ ഒന്ന് ഇതിൽ കൂടെ പറഞ്ഞോളാം എല്ലാരും അറിഞ്ഞോട്ടെ. കേക്ക് ഇഷ്ടമായി ഓ അടിപൊളി. ഞങ്ങൾ ഹാപ്പിയാണ്. സ്റ്റാറ്റസ് ഇടണ്ടില്ലേ ആ കേക്ക് ഇതല്ല മൈക്ക് നമ്മൾ അടിച്ച സന്തോഷത്തിന് ഡയലോഗ് ഭയങ്കര ഇഷ്ടായി. കണ്ടിട്ടില്ല അന്നെ കൂട്ടത്ത് കൂട്ടപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ആ സ്റ്റാറ്റസ് കണ്ടേ വെറും ഞാൻ മാത്രം. എന്റെ ഫോണില് ഒന്ന് പൈസ തരുന്നു അവിടെ നോക്കി നമ്മള് കൊറേ മലയാളം തന്നെയാണ് എന്തിനാ കിട്ടിയ അങ്ങളെ ഭാഗ്യം. വയറിനനുസരിച്ചുള്ള ആളെ കിട്ടില്ലേ ഭാഗ്യാണ് ഭാഗ്യാണിത്. നിങ്ങട്ടാ പോണ സാലോ എനിക്കുണ്ടല്ലോ എനിക്ക് അന്ന ഓർമ്മ വരുന്നേ ആ 1 കിലോ കേക്ക് തിന്ന് തീർത്തേ ഒരു മാണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് കുടിവെള്ളം സ്വത്തെ കൈ കുഴപ്പമില്ല നമുക്ക് കുടിക്കാം. അപ്പൊ 30 വർഷം 29 വർഷം ഞാൻ ഹാപ്പിയാണ്. ഒരു വർഷം ഞാൻ ഇല്ലല്ലോ ഞാൻ ഗർഭപാത്രത്തില്ല. നമുക്ക് അടുത്ത വർഷം നമുക്ക് ഹാപ്പി സെക്കൻഡ് ആനിവേഴ്സറി അല്ല 3rd എന്നിട്ട് ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പിയാണ്. ഈ സുന്ദര മനോഹര നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഹാപ്പിയായി സ്റ്റാറ്റസ് ഇട്ട് പിടിക്കും എല്ലാവരും ഹൈഡ് ചെയ്തിട്ട് ബാക്കി പറയാണ്ട് കുഴപ്പമില്ല. നിങ്ങൾ രണ്ടാളും 2 ദിക്ക് പോയിക്കണം അവിടെ നിക്കി ഫോട്ടോ എടുത്തില്ല. നിങ്ങളെല്ലാവരും ഞാൻ ഫോട്ടോ എടുത്തരാം. ഓ അതൊക്കെ അന്നെ കൊടുക്കണ്ടാ അന കുടുങ്ങിക്കോട്ടെ. എന്താ അമ്മക്ക് എന്താ അങ്ങോട്ടല്ലേ ഇനി എല്ലാരും കമന്റ് ചോദിക്കണല്ലേ ആ ചെക്കൻ്റെ ഇൻസ്റ്റ ഐ ഡി തരുമോ? പിന്നെ അത് മതി. ഓവർ പബ്ലിസിറ്റി വേണ്ട. ക്യാപ്പൂരെ പബ്ലിസിറ്റി കൊണ്ട് പോവും. എനിക്കണ്ട ഇതിനുള്ള 2 ദിവസം കൊടുക്കേ. ആ അടി ഇത് കൊടുത്തോ? സ്പഞ്ച് കൊടുത്തോ? ക്രീം കൊടുക്കണ്ട ഇതിന്റെ സ്പോഞ്ചോ സ്പഞ്ച് എന്നല്ല പറയുത്താ സ്പോഞ്ച് ഞാൻ പറയാം. ഇതാണ് പറഞ്ഞത്. നിങ്ങൾ മാറ്റി പറയേണ്ട അവസ്ഥ വന്നില്ലേ? എന്തായി അങ്ങോട്ട് എടുത്തേനാ ഓള് തൊള്ളേന്ന് എടുത്തു. തൊള്ള കൈയിട്ട് എടുത്തു. തൊള്ളേലുണ്ടടാ. പാട്ടുപാടി ഉറക്കം എടുക്കട്ടെ. പിന്നെ പിസ്സ കൊടുത്തത് ഓല് കുടുങ്ങി വെള്ളം ഇവിടെ വേണോ? അതിന് വേദന ആയിക്കൊണ്ടാമേ. എവിടെ തട്ടിയാണ് വാ
അനക്കാണ് ഷുഗർ. എന്നെയാണ് അത്ര ഷുഗർ ഇവര് നമ്മളെ കൊണ്ട് നിന്നിക്കില്ലെന്ന് കേക്ക്. നിങ്ങളാണ് ചെറിയ കേക്ക് വെച്ചത്. ചെറുതാവുമ്പോളേ അതിനാണ് നമ്മളിങ്ങനെ തിന്നോളൂ. നമുക്ക് ഭയങ്കര ഇഷ്ടാ. ഞാൻ കുഞ്ഞാരെടുത്താ അപ്പൊ ഞാൻ ചിരിച്ച. അപ്പൊ എന്തോ കോലത്തിൽ ഇട്ടുണ്ടാവൂലേ? ഏയ് ഞാൻ എന്താ പറഞ്ഞേ അതിനടുത്തേക്ക് വരില്ല. അവിടേക്ക് മൂലക്ക് രണ്ടാൾക്ക് പോയി പോയി ഞാൻ ബാക്ക് വെക്കാം. ആദ്യം എടുത്തോളി. അങ്ങോട്ട് പോകും. അതോ 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 കാക്കനെ കിട്ടാൻ കാക്കനെ അവിടെ നിക്കേ ഓരോ കൂടെ വേണ്ടി നിങ്ങൾക്ക് തിരക്കുണ്ടോ? രണ്ട് ഷോട്ട് എടുത്താലേ കഴിയോ? വീഡിയോ എങ്ങനെ കട്ട് ചെയ്യാൻ? അതില് നല്ല വൃത്തി. ഗിഫ്റ്റ് കൊടുക്കില്ല. ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു പറയുന്നത്. ഗിഫ്റ്റ് കൊടുക്കില്ല? അതെന്താ? എപ്പോ? അത് ബർത്ത്ഡേ അല്ലേ? 30 വർഷം നിങ്ങൾ സഹിച്ചതിന് നിങ്ങൾക്ക് എന്ത് തരാൻ പറയും? പറയേ. ഇപ്പൊ പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് ഇതിന്റെ കാർഡ് നമ്മള് തരട്ടെ. 3 മാസം കഴിയുമ്പോ കളറ് ഒറിജിനൽ സാധനം. പെട്ടി നോക്കി കാണിച്ചാ കരയുമ്പോ നിമ്മച്ചൊന്നും എടുക്കാം. ഗിഫ്റ്റ് ഇല്ല. സൗണ്ട് ഉണ്ടാക്കിയത് ഇവിടെ ഒരാൾക്ക് സൗണ്ട് അലൗസില്ല. ബോക്സ് ഉമ്മ ചോദിച്ച് സാധനം കറക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ബോക്സ് അതിന് വേണ്ട മറിക്ക്. നല്ല ദിവസം ഫ്രെയിം പോയി. കരുതി ഓ കണ്ടു കൈയിടോ വേണമെങ്കിൽ ഉമ്മ കരയാൻ വേണ്ടിട്ടില്ല. ദൂരായില്ല. ഉമ്മച്ചിക്ക് കറക്റ്റാ. ഇത് തന്നെ ആയിട്ട് എടുക്കുക. 30 വർഷമായില്ലേ കൂട്ടാതെ പോയത് എന്നെ കൂട്ടാൻ നമ്മളതിന് ഓളെ കുളിക്കാൻ തന്നെ കൂട്ടാൻ നിൽക്കുക.
വീഡിയോ ഓഫ് ആക്കാൻ കാത്തിക്കണം നമുക്ക് എടുക്കാം. മെച്ചിന്റെ പോത്തുമുട്ടായി ഇങ്ങനെ പോത്തുമുട്ടായി. സന്തോഷം പറയും. എന്താണ് സന്തോഷം പറയേ സന്തോഷം. അത് പറയ്. നീ പറയ്. സ്വർണ്ണം വാങ്ങിക്കാനൊന്നും വിചാരിച്ചില്ല. ഇപ്പത്തെ വാലന്റോ സ്വർണ്ണം വാങ്ങി തരും ഞാൻ വിചാരിച്ചില്ല. കിട്ടില്ല, ഒന്നും വിചാരിക്കരുത്, അപ്പോഴാ കിട്ടല്. എന്തെങ്കിലും വിചാരിച്ചാൽ അത് ഒരിക്കലും കിട്ടൂല. എല്ലാരോടും കൂടി പറഞ്ഞത് ഒന്നും ഇത് വരാതെ എന്നുള്ള വിചാരം എനിക്ക് പറഞ്ഞു. നിങ്ങൾ ഹാപ്പി, ഞാൻ ഹാപ്പി. നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പി. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? വെറുതല്ല നിങ്ങൾക്ക് ഇന്ന് പൈസ എങ്ങനെയുണ്ട് കഥ? അവിടെ എന്തിരുത്തിട്ട് കൂടും ഇന്ന് കിട്ടാനുള്ള പൈസ കിട്ടില്ല. ഇന്ന് കൊറേ ഇത്രയാണ് പൈസക്ക് ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആനിവേഴ്സറി ആണെന്ന് ഇപ്പൊ കൊടുക്കണ്ടത്. അത് കഴിഞ്ഞ് അതിലിട്ട് കൊറേ ഉണ്ട്, സാധനം സാലറി ബോക്സിൽ മറിച്ച് വെക്കാം. വേണ്ട. ചേച്ചി ഇവരെ പയ്യനാവും ചെയ്യാം. ആ ബോക്സ് ചായ അടിച്ചിട്ട് ഡോക്ക് ഈ ബോക്സ് ആർക്കാണ് കിട്ടുന്നത്? ഒരു ആ പൈസ കുറയ്ക്കാൻ പറയാ വിളിക്കാനോ? പറയ്, ഒന്നും അറിയില്ല. വാ. ഇത് ഇപ്പക്കില്ലേ ഇപ്പൊ ബുദ്ധി കളിച്ചാണ്. ആവശ്യം പപ്പക്ക് തന്നെ പിടിക്കാറ് പണം വെക്കാന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ കൊണ്ടേക്കൂല, പെട്ടെന്ന് വെറുതെ ചോദിക്കും എന്ത് വേണ്ട ഇരിക്കുന്നാളെ. വേണ്ട തന്നാളെ അറിയില്ല. അത് വേറൊന്നുണ്ട്. അന്റെ അടുത്തുള്ള സ്വർണ്ണം എനിക്ക് എനിക്ക് ഇട്ടാക്കാൻ വയ്യ. ഇഷ്ടല്ല. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നതാണത്. ഇത് അതായത് ഉമ്മ വയ്ക്കില്ലല്ലോ എന്നോട്. ഹാപ്പിയാണോ? ഏയ് കേക്ക് ഓനാന്റെ സിക്സ് പാക്ക് കാണിച്ചിക്ക. അയിമലാണ് ആ കേക്ക് കൊണ്ടേ കൊടുക്കുമെന്ന് അറിയാം. അപ്പൊ ഞാൻ എടുത്തതാണ്. അത് കൊണ്ടേ കൊടുക്കൊന്നുമില്ല, പോയായോ. അത് അലിഞ്ഞു പോടി. അലിഞ്ഞ് പോവും. പക്ഷെ അപ്പൊ പോവൂല. അപ്പൊ guys, അപ്പൊ guys, നമ്മള് ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണ്. ഒരു സ്റ്റാറ്റസ് ഇട്ട് കുട്ടിക്കിന് ഇന്നത്തെ കാണില്ല. അതായിരിക്കും അതാ എടുക്കണം അടിയിൽ. നമ്മള് വീഡിയോ നമ്മൾ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ അത് പെട്ടുപോയി. ഇപ്പൊ പറയുന്നത് നിങ്ങളല്ലാണ്ട് ഞങ്ങളുടെ വലിയ സംഭവിക്കില്ല. ആരും കണ്ടിട്ടില്ല. അത് നിങ്ങളെ മുന്നേറെ മോള് കണ്ടിട്ട് എല്ലാരും പറഞ്ഞു നടന്നില്ലേ? അത്ര ഇല്ലല്ലോ. ഞാൻ കണ്ടി. അപ്പൊ ഇക്ക അവകാശില്ലേ പറയാനി? അതന്നെ, നിങ്ങൾ ഹാപ്പിയാണോ? അതാ എന്റെ കുട്ടി ഹാപ്പിയാണ്. അപ്പൊ ഓക്കെ ബൈ. അപ്പോൾ ഒന്ന് പറഞ്ഞ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ശരി, ബൈ ബൈ. ബൈ.